നോമ്പുകാലത്തിന്റെ 8ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമലോത്ഭവ തിരുനാൾ കൂടി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരല്പം പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം അമലോത്ഭവ എന്നാൽ കറയില്ലാത്തവൾ എന്നാണ് അർത്ഥം. പിതാവായ ദൈവത്തിന്റെ അനാദിയിലേയുള്ള പദ്ധതി പ്രകാരം ദൈവപുത്രന് ജന്മം നൽകാൻ പരിശുദ്ധ ദൈവമാതാവ് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാൽ അത്ഭുതവഹമായി ഉത്ഭവ പാപമേശാത്തവളായി ജനിച്ചു എന്നാണ് അമലോത്ഭവ എന്ന വിശ്വാസ സത്യം കൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുക. ഈ അമലോത്ഭവ തിരുനാൾ ഈ നോമ്പ് കാലത്തിൽ നമ്മെ ക്ഷണിക്കുന്നത് ഈശോയ്ക്ക് ജനിക്കാൻ പാപമേശാത്ത ഒരു ഉദരം തീർക്കാൻ പിതാവായ ദൈവം എത്രമാത്രം ശ്രദ്ധിച്ചുവോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുള്ള ഒരു ഹൃദയവും വിശുദ്ധിയുള്ള ഒരു ശരീരവും വിശുദ്ധിയുള്ള ഒരു ജീവിതവും ഉള്ളപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലും ഉണ്ണി ഈശോ വന്ന് പിറക്കുക. നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, ഹൃദയത്തിൽ പുൽക്കൂട് നിർമ്മിക്കാൻ. അതുകൊണ്ട് ഈ നോമ്പുകാലം, പ്രത്യേകിച്ച് ഇന്ന് അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമലോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. പരിശുദ്ധ അമ്മയെ പോലെ, അമ്മ ഉദരത്തിൽ ഈശോയെ സംവഹിച്ചതുപോലെ നമുക്ക് ഹൃദയത്തിൽ ഈശോയെ സംവഹിക്കാൻ തക്കവിധം വിശുദ്ധിയുള്ളവരായി തീരാം.